അപ്പോൾ ഇന്നലെ പൊട്ടറ്റോ റൈസിൻ്റെ കൂടെ കാണിച്ച സ്പെഷ്യൽ പ്രോൺസ് ക്രീമി കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം 8 വെളുത്തുള്ളി മുഴുവനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ 3 പച്ചമുളക്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും 1 തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 10 കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൊറിയാണ്ടർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്, 2 ടീസ്പൂൺ. ഇനി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നാണെങ്കിൽ 1.5 കപ്പ് വരെ ചേർക്കാം. ഞാനിവിടെ ഒരു കുറുകിയ ക്രീമി ടെക്സ്ചറാണ് പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ 1 കപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഏകദേശം 7 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 7 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി. സവാള മാത്രമല്ല, എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്തിരിക്കും. ഇനി ഇതിനെ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഒരു മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ അരപ്പൊക്കെ അരക്കില്ലേ, അതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ അരിച്ചെടുക്കുന്നില്ല, മിക്സിയിൽ അരച്ച അതേ അരപ്പ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ അരപ്പെല്ലാം ഒന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരാൻ ടൈം ആകുമ്പോൾ നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സൈസാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വളരെ ചെറിയ സൈസാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫ്രഷ് കറിവേപ്പിലേനെ ഒരു പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൈ കൊണ്ടൊന്ന് പൊടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആഡ് ചെയ്യുന്നത് പാഴ്സ്ലിയാണ്. പാഴ്സ്ലി ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഇനി ഇത് അടച്ച് വെച്ച് ഏകദേശം മാക്സിമം എത്ര ലേറ്റ് ആക്കാൻ പറ്റും അത്രയും ലേറ്റാക്കി തുറന്നാൽ നമ്മുടെ ഫ്ലേവർ എല്ലാം ഒന്ന് പിടിച്ച് നന്നായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ ആണ് കഴിക്കുന്നതെങ്കിൽ അതിൽ നല്ല രുചികരമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പൊട്ടറ്റോ റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.